ആക്ച്വലി ഇന്നിപ്പോൾ തൃപ്രയാറിൽ നിന്നും അദ്ദേഹം വളരെ വേഗം തന്നെ ഏതാണ്ട് 11:30 അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തുകയാണ്. കൊച്ചിയിലും വിപുലമായിട്ടുള്ള പരിപാടികൾ, പ്രധാനപ്പെട്ട 2 പരിപാടികൾ, BJPയുടെ ഒരു പാർട്ടി പരിപാടി, ഒപ്പം തന്നെ അതിനേക്കാൾ മുമ്പ് അദ്ദേഹം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പ്രധാനപ്പെട്ട ചില 4000 കോടി രൂപയുടെ പദ്ധതി അത് രാജ്യത്തിന് സമർപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ കൂടി പങ്കെടുക്കുന്നു. കൊച്ചിയിൽ എങ്ങനെയാണ് സാഹചര്യങ്ങൾ? എബി, ഇന്ന് 12 മണിയോടുകൂടിയാണ് ഈ ആദ്യത്തെ പരിപാടി, അതായത് ഷിപ്പ്യാർഡിലുള്ള പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ന്യൂ ഡ്രൈ ഡോക്ക്, അതുപോലെ ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG ഇമ്പോർട്ട് ടെർമിനൽ എന്നീ 3 പദ്ധതികളാണ്. 4000 കോടി രൂപയുടെ വരുന്ന 3 പ്രധാനപ്പെട്ട പദ്ധതികളാണ് അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കുക. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി ഒക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1799 കോടി രൂപ ചെലവിലാണ് ന്യൂ ഡ്രൈ ഡോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. 310 മീറ്റർ നീളമുള്ള ഒരു സ്റ്റൈപ്പിഡ് ഡ്രൈ ഡോക്കിന് 13 മീറ്റർ ആഴവും 75 മീറ്റർ വീതിയുമുണ്ട്. കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതം, സുരക്ഷിതത്വം, മികച്ച പ്രവർത്തനക്ഷമത എന്നിവയാണ് ഇതിന്റെ സവിശേഷതകൾ. അതുപോലെ തന്നെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ 42 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്താണ് 970 കോടി രൂപ ചെലവിൽ രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണിക്കെതിരമായ ISRF ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ അദ്ദേഹം ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതി. അതുപോലെ തന്നെ മാരിടൈം ഇന്ത്യ വിഷൻ 2030 എന്ന കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന മാരിടൈം വികസന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യ പൂർത്തീകരണമാണ് ഈ പദ്ധതികൾ. കൊച്ചിയിലെ പുതുവൈപ്പിനിലാണ് 1236 കോടി രൂപ ചെലവിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ LPG ഇമ്പോർട്ട് ടെർമിനൽ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതാണ് 3ാമത്തെ പദ്ധതി. ഈ 3 പദ്ധതികളായിരിക്കും ഇന്ന് അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കുക. അതിനുശേഷം ഷിപ്പ്യാർഡിൽ നടക്കുന്ന ഈ പരിപാടിക്ക് ശേഷം അദ്ദേഹം മറൈൻ ഡ്രൈവിലെ പാർട്ടി പരിപാടിയിൽ, BJPയുടെ പരിപാടിയിൽ പങ്കെടുക്കും. അതിലായിരിക്കും ഒരു പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രസ്താവനകളോ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് അവിടെ വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയൊക്കെ ആയിട്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഇവിടേക്ക്, കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളോ മറ്റു കാര്യങ്ങളോ ഒരു പക്ഷേ ഈ പാർട്ടി പരിപാടിയിൽ, മറൈൻ ഡ്രൈവിൽ നടക്കുന്ന പരിപാടിയിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഏകദേശം 12:30 മണിയോട് കൂടിയായിരിക്കും ഈ പരിപാടി ഉണ്ടാവുക. എന്തായാലും അതിൽ ഇത്തരത്തിലുള്ള തികച്ചും രാഷ്ട്രീയമായ കാര്യങ്ങൾ ആ പരിപാടിയിൽ അദ്ദേഹം പറയുകയും മറ്റും ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ, കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഇതാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പരിപാടികൾ. ഏകദേശം 2 മണിയോടുകൂടി അദ്ദേഹം തിരിച്ച് പോകും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. എബി, അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഇതിലൊരു അദ്ദേഹത്തിന്റെ സന്ദർശനം അതൊരു സ്വകാര്യ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രധാനമായും വരുന്നതെങ്കിൽ പോലും അതിനൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കാക്കപ്പെടുന്നുണ്ട്. അതുതന്നെയാണ് ഈ അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു സാഹചര്യം. കാരണം ഒരാഴ്ചക്കിടെ 2ാമത്തെ തവണയാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. കേരളം അത്രമേൽ പ്രധാനപ്പെട്ട ഒരിടമായിട്ട്, അല്ലെങ്കിൽ BJPക്ക് അവർ ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി അവിടെ നിന്ന് ഒരു MP എങ്കിലും ഉണ്ടാവണം എന്നുള്ള വളരെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സാഹചര്യം കൂടി ഇവിടെ പ്രത്യേകമായും പരിഗണിക്കപ്പെടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഈ മധ്യ കേരളം, അതുപോലെ തന്നെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വലിയ സന്ദർശന പരിപാടികളാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. തൃശൂർ എന്ന് പറയുന്നത് BJPക്ക് വലിയ അടിത്തറയുള്ള ഒരു ഇടം തന്നെയാണ്. അതുകൊണ്ട് അത്തരം ഇടങ്ങളിൽ കൂടുതൽ ശക്തി കേന്ദ്രീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് BJP ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് തീർച്ചയായും സംഘടനാപരമായിട്ട് BJPക്ക് അത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതിന്റെ ഒരു ഭാഗം കൂടിയാണ് അദ്ദേഹത്തിന്റെ നിരന്തര